നമസ്കാരം, ഞാൻ ജസ്ല നസ്രീൻ. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ അനുവദിക്കാത്ത ഇന്ത്യയുടെ നയത്തിനെതിരെ UAE-യുടെ ഇന്ത്യയിലെ അംബാസിഡർ അഹമ്മദ് അൽബന്ന പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് അംബാസിഡർ പ്രതികരിച്ചത്. വിമാന സർവീസുകൾക്കായുള്ള ഉഭയകക്ഷി കരാർ പുതുക്കാതെയാണ് കേന്ദ്ര സർക്കാർ കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നതെന്നും ഇത് കൂടുതൽ ഗൾഫ് സർവീസുകൾ നടത്തുന്നത് തടഞ്ഞിരിക്കുകയാണെന്നും അൽബന്ന പറഞ്ഞു. ഇതുമൂലം ഗൾഫ് സെക്ടറിലെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 വർഷമായി ഉഭയകക്ഷി ചർച്ച നടന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ സർക്കാർ സ്ഥാനമൊഴിയുന്നതിന് മുമ്പായി ഇനി ചർച്ച നടക്കുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാലും മാസങ്ങൾ കഴിഞ്ഞേ ഇക്കാര്യം പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇക്കാര്യത്തിൽ തങ്ങൾ അതൃപ്തരാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തങ്ങളുടെ വിമാന കമ്പനികളും നൂറുകണക്കിന് യാത്രക്കാരും ഇതുമൂലം പ്രയാസപ്പെടുന്നുണ്ട്. 2007 ഒപ്പുവെച്ച ഇന്ത്യ UAE വ്യോമയാന കരാർ പ്രകാരം ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ പൂർണ്ണ തോതിലാണെന്നാണ് അംബാസഡർ പറഞ്ഞത്. എണ്ണം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴായതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ, ദുബായ്. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്നു. 10 ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞ് ഇന്നലെ 11:30-ക്കാണ് മരിച്ചത്. അതിക്രൂരമായ പീഡനമാണ് കുഞ്ഞിനെ ഏൽക്കേണ്ടി വന്നത്. ചവിട്ടുകയും കുത്തുകയും ചെയ്ത ശേഷം ചുമരിലേക്ക് വലിച്ചെറിഞ്ഞ് കുഞ്ഞിന്റെ തലയോട്ടി പിളരുകയായിരുന്നു. കുഞ്ഞിന്റെ 5 വയസ്സുള്ള സഹോദരന്റെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. സോഫയിൽ നിന്ന് വീണാണ് തലക്ക് പരിക്കേറ്റതെന്ന കുട്ടിയുടെ അമ്മയുടെയും അവരുടെ സുഹൃത്തിന്റെയും മൊഴി തെറ്റാണെന്ന് തുടക്കത്തിൽ തന്നെ ആശുപത്രി അധികൃതർക്ക് വ്യക്തമായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മയും അരുണാനന്ദ് മർദ്ദിച്ചതായി വ്യക്തമാക്കി. തുടർന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ അരുണാനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള അരുണാനന്ദ് കുട്ടികളെ മിക്ക സമയത്തും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കാറുണ്ടായിരുന്നു. 7 വയസ്സുകാരന്റെയും സഹോദരന്റെയും പേരിൽ ബാങ്കിലുണ്ടായിരുന്ന ലക്ഷങ്ങളും അമ്മയും കാമുകനും ചേർന്ന് വ്യാജരേഖ ഹാജരാക്കി പിൻവലിച്ചു. കുട്ടിയെ ആക്രമിച്ച കേസിൽ കൂട്ടുപ്രതിയായ യുവതിക്കെതിരെയും കേസെടുത്ത പോലീസ് ഇവരുടെ ഭർത്താവ് ബിജുവിന്റെ മരണത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ടുഡേ, തൊടുപുഴ. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ജീവനക്കാരുടെ കുറവ് മൂലം വിദേശ യാത്രക്കാരുടെ പരിശോധനകൾ വൈകുന്നു. മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് പരിശോധനകൾ പൂർത്തിയാക്കി ഗൾഫ് യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നത്. 120 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ അന്താരാഷ്ട്ര ആഗമന ടെർമിനൽ തുറന്നിട്ടും ഗൾഫ് യാത്രക്കാരുടെ കാത്തിരിപ്പിന് അറുതിയായില്ല. കരിപ്പൂരിലെ കസ്റ്റംസ് വിഭാഗത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാലാണ് പുതിയ ടെർമിനൽ സൗകര്യം ഒരുക്കിയിട്ടും യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കാത്തത്. കരിപ്പൂരിൽ ആവശ്യമുള്ളതിന്റെ പകുതി ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിലുള്ളതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ മാർച്ച് 25-നാണ് ടെർമിനൽ യാത്രക്കാർക്ക് തുറന്നുകൊടുത്തത്. പഴയ ടെർമിനലിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ കൂടുതൽ കൺവെയർ ബെൽറ്റുകൾ, ലോഹനിർമ്മിത കവാടം എന്നിവ സ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർ മണിക്കൂറുകൾ കാത്തുനിന്നാണ് പുറത്തിറങ്ങാറുള്ളത്. പുതിയ ടെർമിനലിൽ കൂടുതൽ കൺവെയർ ബെൽറ്റുകളും ലോഹനിർമ്മിത കവാടങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും കസ്റ്റംസിൽ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ന്യൂസ് ടുഡേ, മലപ്പുറം. പാവങ്ങളുടെ പടത്തലവനും കാരുണ്യത്തിന്റെ മാലാഖയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പുതിയ മുഖം നൽകിയ ഫിറോസ് കുന്നുംപറമ്പിലിനെ കൊയിലാണ്ടിക്കൂട്ടം ആദരിച്ചു. റിയാദ് ബത്തയിലെ ഗ്ലോറിയ ഇൻ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ദൈവാനുഗ്രഹത്താൽ താൻ വിശ്വസ്തയോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവാസികൾ അടക്കമുള്ളവരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണ് അശരണരെ സഹായിക്കാൻ തനിക്ക് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ജീവകാരുണ്യ രംഗത്തെ പുതിയ കീഴ്വഴക്കങ്ങളും
കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ആവശ്യകതയെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു. കൊയിലാണ്ടിക്കൂട്ടം റിയാദ് ചാപ്റ്റർ ചെയർമാൻ റാഫി കൊയിലാണ്ടി അധ്യക്ഷനായ പരിപാടി പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവും റിയാദിലെ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനുമായ ശിഹാബ് കൊട്ടുക്കാട് ഉദ്ഘാടനം ചെയ്തു. ചാപ്റ്റർ സെക്രട്ടറി ഷബീർ അലി കൊയിലാണ്ടി സ്വാഗതവും ട്രഷറർ അമലേന്ദു നന്ദിയും പറഞ്ഞു. പ്രസിഡന്റ് ഷാഹിർ കാപ്പാട് പരിപാടികൾ നിയന്ത്രിച്ചു. ന്യൂസ് ടുഡേ റിയാദ്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ ഒളിക്യാമറ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാതെ പൂർണ്ണരൂപത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി TV9 ഭാരത് വിഷൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാഹുൽ ചൗധരി. ഏത് അന്വേഷണവുമായി സഹകരിക്കാമെന്നും ചാനലിന് ഗൂഢലക്ഷ്യങ്ങൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദില്ലിയിൽ നിന്ന് വന്ന മാധ്യമ പ്രവർത്തകർ എന്ന പേരിലാണ് സമീപിച്ചതെന്ന MK രാഘവന്റെ വാദം തെറ്റാണെന്നും ചാനൽ വ്യക്തമാക്കി. കൺസൾട്ടൻസി സ്ഥാപനം എന്ന നിലയിലാണ് രാഘവനെ സമീപിച്ചത്. അത് വീഡിയോയിൽ തന്നെ വ്യക്തമാണെന്നും രാഹുൽ ചൗധരി പറഞ്ഞു. കേരള പോലീസിൽ നിന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ലെന്നും വിളിച്ചാൽ സഹകരിക്കുമെന്നും തങ്ങളുടെ അന്വേഷണത്തിനു പിന്നിൽ ഒരു പാർട്ടിയും ഇല്ലെന്നും CPM ആണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ ചൗധരി വ്യക്തമാക്കി. സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJP, കോൺഗ്രസ്, ആം ആദ്മി എന്നീ പാർട്ടികളിൽ നിന്നുള്ള MPമാരുണ്ടായിരുന്നു. ഇത് തന്നെ വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ അന്വേഷണമാണെന്ന് തെളിയിക്കുന്നതാണെന്നും രാഹുൽ ചൗധരി പറഞ്ഞു. രാഘവന്റെ ശബ്ദം ഡബ് ചെയ്ത് കയറ്റിയെന്ന വാദവും ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ തള്ളി. വീഡിയോയിൽ തന്നെ രാഘവൻ സംസാരിക്കുന്നത് വ്യക്തമാണ്. ആ ഓഡിയോയിൽ ഡബ് ചെയ്തെന്ന ആരോപണം പരിശോധിക്കട്ടെ എന്നും ഏത് പരിശോധനയുമായി സഹകരിക്കുമെന്നും രാഹുൽ ചൗധരി വ്യക്തമാക്കി. ന്യൂസ് ടുഡേ മുംബൈ. ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷനും അബീർ മെഡിക്കൽ സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ ലത്തീഫ് തെച്ചി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗദി ചാപ്റ്റർ സെക്രട്ടറി ജലീൽ കണ്ണൂർ അധ്യക്ഷനായിരുന്നു. ക്യാമ്പിനോടനുബന്ധിച്ച് ഡോക്ടർ ബാലചന്ദ്രൻ നായർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഡോക്ടർമാരുടെ പരിശോധനയും കൂടാതെ BP, ഷുഗർ, കണ്ണ് ടെസ്റ്റ്, മൂത്രപരിശോധന, ബോഡി ചെക്കപ്പ് തുടങ്ങിയ സേവനങ്ങളെല്ലാം സൗജന്യമായിരുന്നു. റിയാദ് സോൺ പ്രസിഡന്റ് ലക്ഷ്മണൻ ചൂളിയാട്, അബീർ റീജിയണൽ മാനേജർ ഡോക്ടർ ഷിനൂബ്, സൂപ്പർവൈസർ മിസ്റ്റർ കാലിം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഇത്തരത്തിലൊരു സംരംഭത്തിന് അവസരമൊരുക്കി തന്ന അബീർ മെഡിക്കൽ സെന്ററിന്റെ മാനേജ്മെന്റിനോടുള്ള കടപ്പാട് അറിയിച്ച ലക്ഷ്മണൻ ചൂളിയാട് തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഷബീർ കളത്തിൽ സ്വാഗതവും സ്വാഗത് ബിബിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ റിയാദ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MB രാജേഷിന്റെ വാഹന പ്രചരണ ജാഥയ്ക്കിടെ വടിവാൾ കണ്ടെത്തിയ സംഭവത്തിൽ CPM പ്രതിരോധത്തിൽ. ജില്ലാ പോലീസ് മേധാവിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പരാതി നൽകും. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം മണ്ഡലത്തിൽ LDF പര്യടനത്തിനിടെയാണ് മറിഞ്ഞ ഇരുചക്രവാഹനത്തിൽ നിന്ന് വടിവാൾ തെറിച്ചു വീണത്. സ്ഥാനാർത്ഥിയുടെയും നേതാക്കളുടെയും വാഹനത്തിനെ അനുഗമിച്ച് ഇരുചക്ര വാഹനങ്ങളും ഉണ്ടായിരുന്നു. പുലാപ്പറ്റ ഉമ്മനഴിയിൽ നിന്ന് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയുമ്പോഴായിരുന്നു സംഭവം. ഉടൻ പ്രവർത്തകർ ചേർന്ന് വളഞ്ഞു നിൽക്കുകയും വാൾ മാറ്റുകയും ചെയ്തു. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് ഇതെന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. അതേസമയം വ്യാജ പ്രചാരണമാണെന്നും വീണത് വടിവാളല്ലെന്നുമാണ് CPM വിശദീകരണം. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആയുധമാണ് താഴെ വീണത്. ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും CPM വിശദീകരിക്കുന്നു. ന്യൂസ് ടുഡേ പാലക്കാട്.
അന്തരിച്ച SDPI മുൻ ദേശീയ അധ്യക്ഷൻ A. സയീദ് സാഹിബിന്റെ വിയോഗത്തിലൂടെ ഇന്ത്യയിലെ നവസാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം ദമാമിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ സയീദ് സാഹിബിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നൂറുകണക്കിന് പേരാണ് സോഷ്യൽ ഫോറം കിഴക്കൻ പ്രവിശ്യ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ പങ്കെടുക്കാനും മയ്യത്ത് നിസ്കാരത്തിനുമായി എത്തിയത്. ദമാം അൽ റയാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് അബ്ദുള്ള കുറ്റിയാടി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ സോഷ്യൽ ഫോറം കേരള ഘടകം പ്രസിഡന്റ് നാസർ കൊടുവള്ളി അനുസ്മരണം പ്രഭാഷണം നടത്തി. തുടർന്ന് സയീദ് സാഹിബിന്റെ നാട്ടുകാരനും സുഹൃത്തും കിഴക്കൻ പ്രവിശ്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ PT അലവി അദ്ദേഹവുമായി ഇടപഴകിയപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. നമീർ ചെറുവാടി, ഫാറൂഖ് വവ്വാക്കാവ്, അൻസാർ കോട്ടയം, മുബാറക് ഫറൂഖ്, സിറാജുദ്ദീൻ ശാന്തിനഗർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, ദമാം. സിവിൽ സർവീസ് പരീക്ഷയിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ആദിവാസി യുവതിക്ക് ആശംസയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വയനാട് പൊഴുതന ഇടിയംവയൽ അമ്പളക്കൊല്ലി ശ്രീധന്യ സുരേഷിനാണ് രാഹുലിന്റെ ആശംസയെത്തിയത്. ശ്രീധന്യയെ ഫോണിൽ വിളിച്ച രാഹുൽ ആശംസയറിയിച്ച് ട്വീറ്റ് ചെയ്തു. ശ്രീധന്യയെയും കുടുംബത്തെയും അഭിനന്ദിക്കുന്നുവെന്നും രാഹുൽ ആശംസിച്ചു. ഇതാദ്യമായാണ് കുറിച്യ വിഭാഗത്തിൽ നിന്നുള്ള വനിത സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നത്. അമ്പളക്കൊല്ലി സുരേഷ് കമല ദമ്പതികളുടെ മകളാണ് ശ്രീധന്യ. മൂത്ത സഹോദരി സുഷിതയും അനുജൻ ശ്രീരാഗും അടങ്ങുന്നതാണ് കുടുംബം. ആദിവാസികളിലെ കുറിച്യ സമുദായാംഗമാണ് ശ്രീധന്യ. സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്കാണ് ലഭിച്ചത്. ഇതോടെ ശ്രീധന്യയ്ക്ക് മുന്നിൽ തുറന്നത് IAS-ലേക്കുള്ള വാതിലാണ്. പരിമിതികളുമായി പടവെട്ടിയാണ് ശ്രീധന്യയുടെ നേട്ടം. ന്യൂസ് ടുഡേ, വയനാട്. ഹ്രസ്വ സന്ദർശനത്തിനായി റിയാദിലെത്തിയ കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ കിയോസിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണവും അംഗങ്ങളുമായി സംവാദവും സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ സൂരജ് പാണയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ അവരുടെ വിവിധ മേഖലകളിലെ കഴിവുകളും സമ്പത്തും സ്വന്തം നാടായ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയും നൽകി. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിലുള്ള ഔത്സുക്യത്തിൽ നിന്നുണ്ടാകേണ്ട സംഗതിയാണ്. അഥവാ അതാണ് രാഷ്ട്രീയം. അതില്ലാതെ നമുക്ക് ആർക്കും സാമൂഹ്യ ജീവിതം സാധ്യമാവില്ല. പക്ഷെ സാമൂഹ്യ ജീവിതം സാധ്യമാകണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു ബലപ്രയോഗം എല്ലാ മേഖലയിലും ബ്ലണ്ട് ചെയ്താലേ പറ്റൂ എന്ന് തോന്നിയാൽ നമ്മൾ നിന്നെടുത്ത് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത് അവിടെ ഉണ്ടാകുന്ന ആ എന്താ പറയാ ആ എളുപ്പം, ഈസിനെസ്, ഒരു ലൈസൻസ് കിട്ടാൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമാണ്. നേരെ കുറച്ച് നമ്മുടെ നാട്ടിൽ ചെന്ന വില്ലേജ് ഓഫീസറിന് തൊട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പോയി പറഞ്ഞു. വിസ ഡൂയിങ് ബിസിനസ് അത് 30 ദിവസത്തിനുള്ളിൽ ലഭ്യമാകണമെന്ന നിയമം കേരള നിയമസഭ പാസാക്കി കഴിഞ്ഞു. പിന്നെ ഈ സംരംഭകത്വത്തിന് കേരളത്തിൽ ഒരു വലിയ എനർജൈസിംഗ് ഇപ്പം നടന്നിട്ടുണ്ട്. സംരംഭകത്വ മിഷൻ്റെ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ ആ മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നോർക്കയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു പ്രൊജക്ടിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാനറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നുള്ളതും അതിന്റെ ഒരു രീതിയും ബ്രേക്ക് ഇവൺ എപ്പോഴെത്തുന്നുള്ളത് പ്രോഫിറ്റ് ഏതാണ്ട് ഒരു റിപ്പോർട്ടാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അതിന്റെ പൈസ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ബാങ്കിനെ സമീപിക്കണം തോന്നും. അപ്പോൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി വെക്കണം. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി വെക്കാനൊന്നുമില്ല, വീട് വെക്കാനായാലും അതൊക്കെ നേരത്തെ പണത്തിന് കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചു. അപ്പൊ ഇതില് സർക്കാരിന് മുൻകൈ എടുത്തിട്ട് ഈ ലോൺ അലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സർക്കാരിന്റെ മുൻകൈയിൽ 9 ബാങ്കുകളുമായിട്ടാണ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നോർക്കയിൽ 2 വർഷം കൊണ്ടുള്ള അനുഭവം ആയിരിക്കില്ല, അപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്.
പുതിയ CEO വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ അല്ലേ വരെയുള്ള ലോണ് പാസ്സാക്കാനും സബ്സിഡി കൊടുക്കാനും ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ നോർക്ക CEO ഹരികൃഷ്ണൻ നേരിട്ടൊന്ന് ബന്ധപ്പെട്ടാണ്. നോർക്കയുടെ ലോണിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു 25 ലക്ഷം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ബാങ്കും ഒരു NRIക്കും ലോൺ കൊടുക്കില്ല. അങ്ങനെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലോണ് വല്ലതും നോർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നോർക്ക ഓരോ ദിവസവും പുതിയ പുതിയ സ്കീമുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളുടെ ഒരു കൈപ്പുസ്തകമുണ്ട്. അതിൽ നിന്നും ഒന്ന് പഠിച്ചതിന് ശേഷം ബന്ധപ്പെട്ടായിരുന്നു. പൂക്കോയത്തങ്ങൾ, ഉബൈദടവണ്ണ, ജയദേവൻ, ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു. സ്പീക്കർക്ക് NC മുഹമ്മദ് മെമന്റോയും ചെയർമാൻ ഡോക്ടർ സൂരജ് കിയോസിന്റെ ഉപഹാരവും നൽകി. കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഹൈവേകളിൽ മതിയായ രീതിയിലുള്ള ഭക്ഷണ വിശ്രമ ശൗചാലയങ്ങൾ ഗവൺമെന്റ് മേഖലയിൽ ഉണ്ടാക്കണമെന്ന നിവേദനം കിയോസ് വൈസ് ചെയർമാൻ VV അബ്ദുൾ റഹ്മാൻ നൽകി. ഷൈജു പച്ച ബൊക്ക നൽകി സ്വീകരിച്ചു. അൻവർ, റസാഖ്, രാജീവൻ, ജോയ്, വികേഷ്, സനൂപ്, മജീദ്, ഷൗക്കത്ത്, നസീർ മുതുകുറ്റി എന്നിവർ നേതൃത്വം നൽകി. കിയോസ് കൺവീനർ അനിൽ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുക്താർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്.